കുട്ടേട്ടാ മണ്ണാർക്കാട് അങ്ങാടിയിൽ 46 ക്യാമറ വെച്ച് കൂടുന്ന പറഞ്ഞത് നിങ്ങൾ വല്ലതും അറിഞ്ഞോ? ഞാൻ പറഞ്ഞു കേട്ടു. അതിനെ കുറിച്ച് നിങ്ങളെ അഭിപ്രായം എന്താ? ക്യാമറ വെച്ചതിലല്ല ഇപ്പം എൻ്റെ അഭിപ്രായം. അതിനിപ്പോൾ 60 ലക്ഷം റുപ്യ ചിലവാക്കിയിട്ടാണ് ഇത്ര അത് വെച്ചിക്കണത്. അത് ഇപ്പം എത്ര കാശ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട്. അതിനെക്കുറിച്ച് എൻ്റെ അഭിപ്രായം എന്താ? അതിനെക്കുറിച്ച് കുട്ടേട്ട എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. ഒരു കൗൺസിലറെങ്കിലും ആയാൽ മതിയായിരുന്നു. എന്നാലും ഇപ്പം ഇതിൻ്റെയൊക്കെ ഗുണം നമുക്ക് കിട്ടുള്ളൂ. അതെന്താ യൂസുഫ് അലി അങ്ങനെ ഓരോ ഒലക്കമല ടോക്ക്? അത് ഒലക്കമ്മലാണോ ഒരലമ്മലാണോ ടോക്ക് എന്നൊക്കെ കുറച്ച് കഴിയുമ്പോൾ അറിയാം. എന്താ കുട്ടേട്ടാ രാവിലെ തന്നെ രണ്ടാളും പാടെ കാര്യമായിട്ടുള്ള ചർച്ചയിലാണല്ലോ. യൂസുഫ് അലിയെ എടാ ചെറുക്കൻ്റെ +2 കഴിഞ്ഞു. ഇനി പോകാനൊരു ഡോക്ടർ ആക്കണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കമ്പം അതിന് ചേർക്കാൻ പറ്റിയ നല്ല സ്ഥലം ഏതാ എൻ്റെ അറിയില്ല. അതെന്താ ചോദിക്കള അൽമിഷ് ഭായി, നേരെ പാലായി കൂട്ടോളേ. അത് ശരിയാണ്, അത് ഞാൻ മറന്നു. അല്ല കുട്ടേട്ടാ നിങ്ങളെ ചെറുക്കൻ എന്താ നിങ്ങൾ കാട്ടണത്? എൻ്റെ ചെറുക്കൻ ഡോക്ടർ ആണെങ്കിൽ എൻ്റെ ചെറുക്കൻ എഞ്ചിനീയർ, അതിനെന്താ സംശയം? എന്നാൽ പിന്നെ യൂസിനോട് ചോദിക്കേണ്ട ആവശ്യമില്ല, ഓൻ്റെ ചെറുക്കൻ പിന്നെ വക്കീലാക്കാരം. ഞാൻ നിങ്ങളെ മാതിരി ഡോക്ടറും എഞ്ചിനീയറും വക്കീലൊന്നും ആക്കില്ല. എൻ്റെ ചെറുക്കനെ ഞാനേ പട്ടാളത്ത് കൂടാൻ തീരുമാനിച്ചിരിക്കുന്നത്. കുട്ടേട്ടാ എന്തൊരു നല്ല മനുഷ്യനാണ് യൂസുഫ് അലി നോക്കല്ലേ. നമ്മൾ മൂന്നാളിൽ ഏറ്റവും കൂടുതൽ രാജ്യസ്നേഹം ഉള്ളത് ഓനിക്കാണ്. നമ്മളൊക്കെ നോക്കിക്കാം, നമ്മളെ സ്വന്തം കാര്യം നോക്കിയിട്ട് വക്കീൽ ഡോക്ടർ എഞ്ചിനീയർ ഒക്കെ പറഞ്ഞ നടക്കുമല്ലോ. നോക്കിക്കാം ഓൻ്റെ മകനെ പട്ടാളത്തിലാണ്. ആരെങ്കിലും അങ്ങനെ ഇപ്പോൾ ഈ കാലത്തൊക്കെ പട്ടാളത്തിൽ വിടുമോ? എന്നോട് ക്ഷമിക്കണം യൂസുഫ് അലി, ഞാൻ എന്നെക്കുറിച്ച് ഒരുപാട് വേണ്ടാത്തതും തെറ്റിദ്ധാരണകളൊക്കെ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്. ജിന്നോട് ക്ഷമിക്കുന്നേ വേണം. ജിയാണ് ശരിയായിട്ടുള്ള രാജ്യസ്നേഹി. അതുകൊണ്ടല്ലേ ജിൻ്റെ ചേക്കനെ പട്ടാളത്തിലേക്ക് പറഞ്ഞയക്കാൻ തീരുമാനിച്ചത്. ജി അപ്പോൾ നമ്മളിപ്പോൾ വേണ്ടാത്ത വല്ലതും പറയുക ഇരിക്കുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ജിന്നോട് ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്യണം. കൂട്ടേട്ടാ രാജ്യസ്നേഹമൊക്കെ ഉണ്ട്, അതൊരു പൗരൻ എന്നുള്ള നിലയിൽ നമ്മളെ കടമയാണ്. പിന്നെ ഇതിൻ്റെ ചെറുക്കനെ പട്ടാളത്തിൽ കൂട്ടുക ഞാൻ അതുകൊണ്ടൊന്നുമല്ല. പിന്നെ ഈ 1-ാം തീയതി മറ്റ് വിശേഷ ദിവസങ്ങളിലൊന്നും നമുക്ക് സാധനം കിട്ടൂലല്ലോ. എന്ത് സാധനം? മദ്യം മനസ്സാ. ഇതാകുമ്പോൾ ചെറുക്കൻ പട്ടാളത്തേക്ക് പോയി കഴിഞ്ഞാൽ കോട്ട ഉണ്ടാവൂലേ, നമുക്ക് എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവേ. ഞാനും വിചാരിച്ചു ഈ നാറി